നടൻ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ ഭാര്യ എലിസബത്ത് ഉദയനും കിടപ്പുമുറി രംഗങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും തന്നെ ബാല ബലാത്സംഗം ചെയ്തുവെന്നും എലിസബത്ത് പറയുന്നു. 2 ആഴ്ച മുമ്പ് ബാലയും ഭാര്യ കോകിലയും ഒരു തമിഴ് യൂട്യൂബ് ചാനലിന് അഭിമുഖം നൽകിയിരുന്നു. ഇതിൽ വിവാഹത്തെക്കുറിച്ചടക്കം സംസാരിച്ചിരുന്നു. പിന്നാലെ നിരവധി ആളുകൾ ബാലയുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് കമന്റുകളുമായി എത്തി. അത്തരമൊരു കമന്റിൽ ചികിത്സയ്ക്ക് ആശുപത്രിയിലെത്തിയ രോഗിയായ ബാലയെ എലിസബത്ത് വശീകരിക്കുകയായിരുന്നുവെന്ന് ആരോപിച്ചിരുന്നു. ഇതിനു മറുപടിയായാണ് എലിസബത്ത് ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. മറുപടിയിൽ എലിസബത്ത് കുറിക്കുന്നത് ഇങ്ങനെയാണ്: പഴയ കാര്യങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞും ഞങ്ങളുടെ കിടപ്പുമുറി വീഡിയോ പുറത്തുവിടുമെന്ന് പറഞ്ഞും വിഷാദ രോഗത്തിന് ഞാൻ മരുന്ന് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞും അയാൾ നിരന്തരം എന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. അയാൾ എന്നെ പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു. അയാൾ ഒരുപാട് പെൺകുട്ടികളെ വഞ്ചിച്ചിട്ടുണ്ട്. പേടികൊണ്ട് എന്റെ കൈകൾ വിറയ്ക്കുന്നു. എനിക്ക് വന്ധ്യതയുണ്ടെന്ന് അയാൾ പരസ്യമായി പറഞ്ഞു. ഞാൻ മരുന്ന് മാറി നൽകിയെന്ന് അയാൾ പറയാതെ പറഞ്ഞു. ബാലയുടെ ഗുണ്ടകൾ മുമ്പ് നടത്തിയ ഭീഷണികൾ ഓർക്കുമ്പോൾ തനിക്കും കുടുംബത്തിനും ഇപ്പോഴും പേടിയാണെന്ന് എലിസബത്ത് പറയുന്നു. ഞങ്ങൾ ഫേസ്ബുക്ക് വഴിയാണ് പരിചയപ്പെട്ടത്. എനിക്കൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അയാൾ മറ്റ് സ്ത്രീകൾക്ക് അയച്ച മെസ്സേജുകളും ശബ്ദ സന്ദേശങ്ങളും ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അയാൾ എങ്ങനെ വീണ്ടും വിവാഹം കഴിച്ചുവെന്ന് എനിക്കറിയില്ല. ആളുകളെ ക്ഷണിച്ചു വരുത്തി അയാൾ എന്നെ വിവാഹമാല അണിയിച്ചു. വിവാഹം പോലീസിന്റെ മുമ്പിൽ വെച്ചാണ് നടത്തിയത്. ജാതകത്തിലെ പ്രശ്നം കാരണം 41 വയസ്സിനു ശേഷം മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളെന്ന് അയാളും അയാളുടെ അമ്മയും പറഞ്ഞു, എലിസബത്ത് കൂട്ടിച്ചേർക്കുന്നു.